അധികാരം ഏറ്റെടുത്തിട്ടുള്ള മിസ്റ്റർ കൃഷ്ണദാസും അതുപോലെ തന്നെ ഷീല ചേച്ചിയും മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വേദിക്കകത്തുള്ള സഹോദരി സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഈ പഞ്ചായത്തിന്റെ ഭരണം ജനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നൽകിയതാണ്. എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതിനു മുൻപ് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരി വിശദീകരിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭമതിയായിട്ടുള്ള ലീഡറായിരുന്ന ഗൗരിയമ്മയുടെ നാട്ടിൽ അരൂരിൽ ചേന്നംപള്ളിപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണം ഇതുപോലെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ ഹരിപ്പാട് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത്, ചെന്നിത്തല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴയിൽ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹരിപ്പാടിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉല്ലാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടത്തിലേറിയിരിക്കുകയാണ്. തിരുവൻമണ്ടൂർ പഞ്ചായത്ത്, മുതലൂർ പഞ്ചായത്ത് തുടങ്ങി 8 ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ആ ആലപ്പുഴയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ കാണാൻ അവസരം കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുകയാണ്. അവിടെ ആലപ്പുഴയിലെ കുട്ടനാട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. 50 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പാറിച്ച പ്രദേശത്ത് നീലമ്പേരൂർ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ 200-ലധികം വരുന്ന വ്യക്തികൾ അവിടെ ജനപ്രതിനിധികളായി വിജയിച്ചു. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാനാണ് ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള പുന്നപ്രയിൽ പ്രധാന പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അച്യുതാനന്ദന്റെ പ്രദേശവും മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഞാനും നിങ്ങളുമൊക്കെ ബഹുമാനിക്കുന്ന ശ്രീമാൻ അച്യുതാനന്ദന്റെ പ്രദേശവും സുധാകരൻ സാറിന്റെ പ്രദേശവും നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി അടിവച്ച് അധികാരത്തിലേക്ക് എടുത്തപ്പോ കോൺഗ്രസ് മെല്ലെ പുറകിൽ നിന്ന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന 1-2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്രധാന പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് തിരുവില്ലാമല പഞ്ചായത്തിൽ നമ്മൾ ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അധികാരം എന്ന് പറയുന്നത് എന്തിനാണ്? ജനങ്ങളെ സേവിക്കാനാണ്. ശ്രീമാൻ നരേന്ദ്രമോദി, ആരാധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി, ഒരു പാവപ്പെട്ട കുടിലിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് തന്റെ അമ്മ കൂലിപ്പണി ചെയ്ത് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 1 തവണയല്ല 2 തവണയല്ല 3 തവണയും മുഖ്യമന്ത്രിയായതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനമെടുത്തത്. രാജ്യത്തെ പാവപ്പെട്ടവർ പറഞ്ഞു, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഈ രാജ്യം പറഞ്ഞു, നമോ മോദി, മോദിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് രാജ്യത്തെ ആഭാരത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടു പറഞ്ഞു. ആ കസേരയിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടന്നു നീങ്ങിയത്. അപ്പോ നമ്മളെ കളിയാക്കിക്കൊണ്ട് പലരും പറഞ്ഞു, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഭയപ്പാടുണ്ടാകും. ആ നരേന്ദ്രമോദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു. എവിടെയാണ്? ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വിശ്വാസപൂർവ്വം നെഞ്ചിലേറ്റിയിട്ടുള്ള ബൈബിൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ ഇന്നലെ ലോകം മുഴുവൻ നോക്കിക്കണ്ടുവെങ്കിൽ ആ മോദി നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം എന്ന് പറയുന്നത്
മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പരിപാടി. എന്താണ്? അമ്മമാരുടെ, പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കലാണ് എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നത്. പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റിയെങ്കിൽ പോലും കക്കൂസും കുളിമുളിയും എല്ലാം ലക്ഷക്കണക്കിന് പേര് നാടുകളിലേക്ക് കൊണ്ടുവന്നത് ആ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി. ന്യൂനപക്ഷ സഹോദരന്മാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പൗരത്വ നിയമം രാജ്യത്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പള്ളിയുണ്ടാകില്ല, സ്ഥലമുണ്ടാകില്ല, വീടുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിച്ചു. അവര് എല്ലാവരും ചേർന്ന് കടകളടച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ രാജ്യം വിട്ടു പോകാൻ തയ്യാറല്ല. ആര് പറഞ്ഞു നിങ്ങളോട് രാജ്യം വിട്ടു പോകാൻ? നിങ്ങളുടെ നാട് ഈ ഭാരതമാണ്. നിങ്ങളുടെ അമ്മ ഭാരതാമ്മയാണ്. നിങ്ങൾ ഇവിടെ നമാസ് നടത്തുമ്പോ, നിങ്ങൾ നിസ്കരിക്കുമ്പോ, നിങ്ങൾ മകളെ ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ, മയ്യത്ത് നമസ്കാരം നടത്തിക്കൊണ്ട് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഈ ഭാരതത്തിന്റെ മക്കളാണ്. ഇവിടെ മതം രണ്ടാമതാണ്, രാജ്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയെ ഈ ലോകം മുഴുവൻ സ്വീകരിക്കുകയാണ്. 16 ഇസ്ലാമിക ലോകരാജ്യങ്ങൾ ഏറ്റവും വലിയ ബഹുമതി, ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതി നൽകിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. തലയിൽ തലപ്പാവിട്ട് തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ അവർ മോദിജിയെ കാണാൻ വേണ്ടിയിട്ട് ഓരോ ഇസ്ലാമിക ലോകരാജ്യങ്ങളിലും അങ്ങനെ മോദിജി നടന്നു പോകുന്ന വഴിയരികളിൽ കാത്തു നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടില്ലേ? ആ 16 ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയെ നിങ്ങൾ അപമാനിക്കാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോ കേരളത്തിന്റെ ഹൃദയം തൊട്ട് അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നടക്കുന്ന സഹോദര തുല്യനായ രാമലക്ഷ്മണന്മാരെ പോലെ കൈപിടിച്ച്, ജ്യേഷ്ഠ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് കരുത്തായി കാവലായി ഞാനുമുണ്ട് എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിന്റെ ചാണക്യനായിട്ടുള്ള അമിത്ഷാജി അങ്ങ് അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോ എത്ര പെർസെന്റേജ് വോട്ടുണ്ട് BJPക്ക് എന്ന് അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം ശ്രീമാൻ സുരേന്ദ്രനെ കണ്ടാലോ, അല്ലെങ്കിൽ ശ്രീ വി മുരളീധരനെ കണ്ടാലോ, ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാലോ, ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കണ്ടാലോ നിങ്ങൾ രണ്ടാം സ്ഥാനത്താണോ, നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്നുള്ള ചോദ്യമില്ല. നോ ഷോർട്ട് കട്ട് എന്നാണ് അദ്ദേഹം പറയുക. ഒരു എളുപ്പ വഴിയുമില്ല. വിജയിക്കുക, മുന്നേറുക, ജനങ്ങളുടെ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കുക, ഈ മുദ്രാവാക്യമാണ് ശ്രീമാൻ അമിത്ഷാജി എന്റെയും നിങ്ങളുടെയും മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ തിരുവനന്തപുരത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോ അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി എന്നാണ് അന്ന് ശ്രീമാൻ അമിത്ഷാജി ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഞാനും നിങ്ങളും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അതിന്റെ സൂചനയാണ് അനന്തപുരിയിൽ കണ്ടത്. എന്തായി? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു, എന്താണ്? 100 വോട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും BJPക്ക് കൗൺസിലർ ഉണ്ടാകാൻ പാടില്ല, ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാകാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും. അത് തടഞ്ഞു നിർത്തണമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും SDPI-കാരൻ തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറഞ്ഞതെങ്കിൽ അവിടെയാണ് ജനങ്ങൾ പറഞ്ഞു, എന്താണ്? നിങ്ങൾ ഒരു ഭാഗത്തു നിന്നാ മതി. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും SDPI-യും പോപ്പുലർ ഫ്രണ്ടും സർവത്ര മുള്ളുമുരുക്ക് മൂർക്കം പാമ്പ് അങ്ങനെയുള്ള മുഴുവൻ ഭീകരവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കി. ഞങ്ങൾ 100 അടിച്ചു, ഞങ്ങൾ അങ്ങനെ അടിച്ചു പുറത്തി, ഞങ്ങൾ വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ഭരണകൂടത്തിനെ നയിക്കാൻ എത്രയോ വർഷത്തെ പരിണിത പ്രജ്ഞതയുള്ള നമ്മുടെ മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ VV രാജേഷിനെ അവിടെ നമ്മൾ ചെയർമാനാക്കി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഒരു SC കുടുംബത്തിൽ നിന്ന്
നിന്ന് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവന്ന ആശാനാഥ് എന്ന് പറയുന്ന എന്റെയും നിവേദിതയുടെയും ഒക്കെ അനിയത്തിക്കുട്ടിയായി കേരളം കണ്ടിട്ടുള്ള ആ പെൺകുട്ടിയെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അനന്തപുരിയുടെ ഭരണകൂടം തിരുവനന്തപുരത്തിന്റെ BJP ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ കൊടിവെച്ച കാറും വൈസ് ചെയർമാന്റെ കൊടിവെച്ച കാറും കണ്ടപ്പോ ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: സർവേ വിശുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം അപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകം ജപിച്ചു. ഞാൻ ആലപ്പുഴയിലായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. കാരണം ക്രിസ്മസ് കരോളിൽ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ ചാരുമൂട്ടിൽ നടത്തിയ ക്രിസ്മസ് കരോളിന് അവിടുത്തെ പിഞ്ചുകുട്ടികളെയും അമ്മമാരെയും അടിച്ചോടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളുടെ മുന്നിലേക്ക് ഇന്നലെ രാവിലെ ക്രിസ്മസ് ദിവസം രാവിലെ പോകാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു, ആലപ്പുഴയിലായിരുന്നു. അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു അമ്മയെ തൊട്ടാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കേരളത്തിന്റെ തെരുവീതിയിൽ ആക്രമിക്കാൻ അത് മാർക്സിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, ലീഗല്ല, ഭീകരവാദിയല്ല, ആര് തൊട്ടാലും അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അവരെ ആശുപത്രിയിൽ 2 മണി വരെ അവരോടൊപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ചിലവഴിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്ത് അവരെ കൊണ്ടുപോയി. 2 സ്ഥലത്തും നമ്മളാ ജയിച്ചത്. 2 വാർഡിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചത്. അവിടെ ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ്, കയറ്റിറക്ക് തൊഴിലാളിയാണ്, ഒരു യൂണിയൻ പണിയെടുത്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരനെ അടക്കം അവരെ അടിച്ച് ഒതുക്കാൻ പരിശ്രമിച്ചുവെങ്കിൽ 8ഉം 10ഉം സ്റ്റിച്ച് അദ്ദേഹത്തിന്റെ തലയിലിടേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ അവരുടെ അരികിൽ ചെന്നിരുന്നപ്പോ ആ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയമില്ല, ആ ക്ലബിന് ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അതെന്താണ്? മനുഷ്യത്വമാണ്. ഞങ്ങൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ചാരുമൂടില് എങ്ങനെ അടിക്കാൻ തോന്നി എന്റെ ഭർത്താവിനെ എന്ന് ആ മുസ്ലിം ഉമ്മ ചോദിച്ചു. എന്നിട്ട് ആ മുസ്ലിം ഉമ്മ ഇങ്ങനെയും പറഞ്ഞു, എന്താണെന്നറിയുമോ? അവര് സ്വബോധത്തിലായിരുന്നില്ല. അപ്പോ ആലപ്പുഴയിൽ MDMA കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സഖാവിനെ കുറച്ചു നാളുകൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ജില്ലാ സെക്രട്ടറി നാസർ യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞു, എന്താണ്? സമൂഹത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് നാസറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ നാസറിന്റെ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം അങ്ങോട്ട് വാങ്ങി പാർട്ടിയുടെ പെട്ടിയിലിട്ടു. എന്നിട്ട് നാസറിന് ടിക്കറ്റ് കൊടുത്ത് നാസറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച അതേ ജില്ലയിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, യുവാക്കളെ വഴിതെറ്റിക്കാൻ, അങ്ങനെ പാവപ്പെട്ടവന്റെ കുട്ടികളെ മാത്രമേ ഇപ്പോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നുള്ളൂ, ആ കൊടി പിടിക്കുന്നുള്ളൂ. എന്താ കാരണം? ഇവരുടെയൊക്കെ മുന്തിയ ആളുകളുണ്ടല്ലോ. ആലത്തൂരിലെ മുൻ MP ബിജുവിന്റെ കൂട്ടാളികളാണ്. ബിജു ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. ബിജുവിന് തോന്നി ബിജുവിനൊരു ഡോക്ടറേറ്റ് വേണം. ഏതിലാണ്? കെമിസ്ട്രിയിൽ തന്നെ ഡോക്ടറേറ്റ് വേണം. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ലബോറട്ടറിയിൽ പോണ്ടേ, പഠിക്കണ്ടേ? പക്ഷെ ബിജു ചോദിച്ചു, ഇവിടെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണോ പിണറായി വിജയൻ എല്ലാവർക്കും ഡോക്ടറേറ്റ് കൊടുക്കുന്നത്? വാഴപ്പുളിയും ചങ്ങമ്പുളിയെയും തിരിച്ചറിയാത്ത ചിന്താജനവും കൊടുത്തില്ലേ ഡോക്ടറേറ്റ്? അപ്പൊ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്, ബിജു പറഞ്ഞു. അപ്പോ ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ചേട്ടൻ എന്തായാലും ഒരു ഡോക്ടറേറ്റ് കൊടുക്കണം. കാരണം എന്താണ്? ഷാജു ഖാന് നിങ്ങൾ ഡോക്ടറേറ്റ് കൊടുത്തില്ലേ? പരീക്ഷ എഴുതാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വാശി പിടിച്ച ആർഷോക്കും കൊടുത്തില്ലേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നാണ് ബിജുവിന്റെ ഭാര്യ ചോദിച്ചത്. അപ്പോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലവനായ നേതാവ് ബിജുവിന്റെ ഭാര്യയോട് പറഞ്ഞു, നീ വായടക്കി മിണ്ടാതിരുന്നോ, കാരണം നീ നല്ല പരീക്ഷയിലെ റാങ്ക് കിട്ടിയിട്ടല്ല മുന്തിയ യൂണിവേഴ്സിറ്റിയില് ജോലി ചെയ്യുന്നത് എന്ന് ബിജുവിന്റെ ഭാര്യയോട് വേറൊരു സഖാവ് പറഞ്ഞു. അപ്പോ ബിജുവിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? കണ്ണൂരില് രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് റാങ്ക് കിട്ടിയിട്ടാണോ എന്ന് ബിജുവിന്റെ ഭാര്യ അങ്ങോട്ട് ചോദിച്ചു.
എന്നിട്ട് ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, അല്ല എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, MP രാജേഷിന്റെ ഭാര്യ സംസ്കൃത സർവകലാശാലയില് വലിയ ജോലി ചെയ്യുന്നത് നന്നായി പഠിച്ചിട്ടാണോ, റാങ്ക് വാങ്ങിയിട്ടാണോ എന്ന് ചോദിക്കുന്നവരുടെ പാർട്ടിയായി ഈ മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ, ആ പിണറായി വിജയനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്ത്. ഇത് ഞാൻ പറയുമ്പോ എനിക്കെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് കോടതി പോവുകയാണ്. ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ചാൽ മാർക്സിസ്റ്റുകാരൻ കേസ് കൊടുക്കും, വേറെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ KC വേണുഗോപാൽ കേസ് കൊടുക്കും. KC വേണുഗോപാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിച്ചവനാണ് ആലപ്പുഴയിലെ KC വേണുഗോപാൽ. ഞാൻ പറഞ്ഞപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തു, മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വക്കീലിനോട്, വക്കീല് കോടതിയിൽ ബോധ്യപ്പെടുത്തണം, KC വേണുഗോപാലിന് മാനം നഷ്ടപ്പെടുത്താനാണെങ്കിൽ കരിമണൽ കർത്തയുടെ കേസ് പറയേണ്ട കാര്യമില്ല, സരിതയുടെ സോളാർ കേസ് പറഞ്ഞാൽ പോലെ എന്ന് ഞാൻ വക്കീലിനോട് ചോദിച്ചു. അപ്പൊ നമ്മൾ കേസ് കൊടുക്കുന്നത് കരിമണൽ കർത്തയ്ക്ക് എങ്ങനെ മണൽ കിട്ടി, എങ്ങനെയാണ് കോൺഗ്രസിന്റെ യൂണിയൻ നേതാവ് ചന്ദ്രശേഖരനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ നേതാവ് എളമരം കരീമും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കരിമണൽ കർത്തയ്ക്ക് വേണ്ടി സമരം നടത്തുമ്പോ KC വേണുഗോപാൽ എങ്ങനെയാണ് സഹായിച്ചത്? ഇതാ ഞാൻ പ്രസംഗത്തിൽ ചോദിച്ചത്. KC വേണുഗോപാൽ എങ്ങനെയാണ് മറ്റുള്ള മധ്യപ്രദേശിലെ അവരുടെ മുൻ മന്ത്രിയുടെ കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്നത്? ഇത് ഞാൻ ചോദിച്ചപ്പോ കേസായി. പിന്നെ എന്റെ കൂടെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്ക് പോയി, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോയി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ശോഭ വരണ്ട എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ട്, ശ്രീമാൻ EP ജയരാജൻ. BJPയിൽ ചേരാൻ തീരുമാനിച്ച് നമ്മളോടൊപ്പം വന്ന് ഡൽഹിയിൽ വന്ന് വണ്ടി ഇറങ്ങി. നമ്മുടെ ഈ ഷാളുണ്ടല്ലോ, ഈ താമര ചിഹ്നമുള്ള ഷാള്, അത് കഴുത്തിലിടുന്നതിന്റെ തൊട്ടു മുമ്പ് 1.5 മണിക്കൂർ മുമ്പാണ് പിണറായി വിജയന്റെ ഫോൺ വന്നത്. പിണറായി വിജയന്റെ ഫോൺ കിട്ടിയപ്പോ EP ജയരാജൻ എന്നോട് പറഞ്ഞു, ശോഭ ക്ഷമിക്കണം, കാരണം എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് ആവലാതിയുണ്ട്, വേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. ഒരു എലിക്കുട്ടിയെ പോലെ, പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിക്കുട്ടിയെ പോലെ വിറച്ച EP ജയരാജന്റെ മുഖം അന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ആ EP ജയരാജൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. EP ജയരാജന് ഞാൻ മാനനഷ്ടമുണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, EP ജയരാജൻ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിന്റെ പേര് ആത്മകഥ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കള്ളന്റെ ആത്മകഥ എന്ന് പേരിട്ടാൽ ഏറെ നന്നായിരുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ വീണ്ടും എനിക്കെതിരെ ഒരു കേസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളൊക്കെ വെടുപ്പായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പക്കാരും അതിലെ നല്ലവരായ മനുഷ്യരും AK ഗോപാലിനെയും ഒരു കാലത്ത് ഗൗരിയമ്മയെയും സഖാവ് കൃഷ്ണപിള്ളയെയും പാവപ്പെട്ടവരുടെ പടനായകന്മാരെ എന്ന് അവതരിപ്പിച്ച മുഴുവൻ നേതാക്കന്മാർക്കും വേണ്ടി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചവർ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോ അവർ മനസ്സിനകത്ത് പറയുന്നത് എന്താണെന്നറിയുമോ? സ്വർണ്ണക്കള്ളക്കടത്തിന് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് എന്ന് അവര് തന്നെയാണ് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് നമ്മൾ ചെറിയ പാർട്ടിയൊന്നുമല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ കോൺഗ്രസുകാരുണ്ടാകും, ലീഗിന്റെ സുഹൃത്തുക്കളുണ്ടാകും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഡൽഹി ഭരിക്കുകയാണ്, ഒരു പെണ്ണാണ് ഭരിക്കുന്നത്. നമ്മുടെ രേഖാ ദീദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഹരിയാന നമ്മൾ ഭരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ 16ഓളം വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിയാണ്. ഒറ്റയ്ക്ക് താമര ചിഹ്നത്തിൽ 16 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് എത്രയുണ്ട്? പടവലഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ടി കീഴോട്ടാണ് വളരുന്നത്. നിങ്ങൾക്ക് ബദൽ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസിന് കുറെ സ്ഥാനമാനങ്ങൾ കിട്ടി. അപ്പോ KC വേണുഗോപാല് തന്റെ ഗ്രൂപ്പിൽ പെട്ട ആളുകളെ പിച്ചി നോക്കിയാൽ എന്താണ്, ഇത്ര വോട്ടൊക്കെ കോൺഗ്രസിന് കേരളത്തിൽ വന്നോ എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്പരം ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ നോക്കുകയാണ്. എന്താ കാരണം? മേലെ
വോട്ടുകൾ ഒഴുകി വന്നു എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയന്റെ മുഖം ഞങ്ങൾക്കിനി കാണണ്ട എന്ന് കേരളത്തിലെ ജനത തീരുമാനമെടുത്തത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയില്ലാത്ത പ്രദേശങ്ങളിൽ കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ ഒഴുകിപ്പോയി. അല്ലാതെ ശബരിമലയില് അയ്യപ്പന്റെ കട്ടില പൊളിച്ചപ്പോ സംരക്ഷണം കൊടുക്കാൻ നട്ടലുണ്ട് കോൺഗ്രസിന് എന്ന് കരുതിയിട്ടാണോ അവർക്ക് വോട്ട് പോയത്? അല്ല. കഴിഞ്ഞ കാല കേരളത്തിൽ അയ്യപ്പന്റെ ആചാരത്തെ അനുഷ്ഠാനത്തെ സംരക്ഷിക്കണം